എടുക്കാൻ പറ്റുന്നറിയില്ല, നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ അച്ഛനാണ് ഓട്ടോ ഓടിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ ഓട്ടോയിലാണ് ഞാൻ ആശുപത്രി പോയത്. അപ്പോൾ നേരത്തെ വീഡിയോ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഞാൻ ഇന്ന് ജിമ്മിൽ പോയിട്ടുണ്ടായിട്ടില്ല. കാരണം എൻ്റെ കാലിന് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജിമ്മിന് പോയിട്ടില്ല. ഡോക്ടറെ കാണിക്കാൻ പോയി. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് ഞാൻ ജിമ്മിനൊന്നും പോകില്ല, വീട്ടിൽ തന്നെ ആയിരിക്കും, റെസ്റ്റിലാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. കാലിൽ വെയിറ്റ് അധികം എടുക്കണ്ടെന്ന് പറഞ്ഞിന്. എക്സ്റേ എടുത്തപ്പോൾ എക്സ്റേയിൽ കുഴപ്പമൊന്നുമില്ല, മരുന്ന് തന്നിട്ടുണ്ട്. വേദന കുറഞ്ഞില്ലേ MRI എടുത്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് കാലിനധികം പ്രഷർ ചെയ്തിട്ടുള്ള ഇതൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. കാർഡിയോ അപ്പോൾ പിന്നെ ജിമ്മിൽ പോവാറില്ല, വെയിറ്റ് ലെഗ് ചെയ്യേണ്ടതേ ഉള്ളൂ. പക്ഷേ പോവാമെന്ന് വിചാരിച്ചാൽ തന്നെ കാർഡിയോ ഒക്കെ ചെയ്യേണ്ടതല്ലേ. അപ്പോൾ എങ്ങനെയായാലും കാല് കുറച്ച് സീനാണ്. 10 മിനിറ്റ് 15 മിനിറ്റ് കാർഡിയോ എല്ലാം ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം സെറ്റാവും. ഒട്ടും കാലനക്കി കൂടാ. അപ്പോൾ വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചാൽ 5 ദിവസം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പോയതാണെങ്കിൽ അതങ്ങ് പോയിട്ടുണ്ടെങ്കിലും പിന്നെ കുഴപ്പമില്ലല്ലോ. വെറുതെ റിസ്ക് എടുത്തിട്ട് ജിമ്മിൽ പോയിട്ട് അഥവാ ജാസ്തി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോൾ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു 5 ദിവസം കഴിഞ്ഞിട്ടൊക്കെ പോകാമെന്ന്. പിന്നെ മോളെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ വരുന്ന, അപ്പം ഞാനിപ്പോൾ കുറച്ച് ശ്രദ്ധിച്ചാൽ അത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ പണിയായിപ്പോൾ. അതുകൊണ്ട് വിചാരിച്ച് പോയിട്ടില്ല. പിന്നെ അച്ഛൻ്റെ ഓട്ടോ കയറിയ സമയത്ത്, അച്ഛൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഞാൻ ഇപ്പോൾ കുറേ ആയി അച്ഛൻ്റെ ഒപ്പം ഓട്ടോ കയറി. ഞാൻ പണ്ട് അങ്ങാറ്റം ഓട്ടോ കയറിയത് അച്ഛൻ്റെ കൂടെ. പിന്നെ അങ്ങനെ അച്ഛൻ്റെ കൂടെ ഓട്ടോ കയറി. അച്ഛൻ ഗുഡ്സ് ആയിരുന്നു ആദ്യം എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ ഓട്ടോ എടുക്കാൻ തുടങ്ങിയേ. അപ്പോൾ പിന്നെ ഓട്ടോ എടുക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ പിന്നെ പോയിട്ടുണ്ടായിട്ടില്ല. അധികം ഏട്ടൻ കൊണ്ടാക്കി തരും, ഏട്ടൻ കൂട്ടാൻ വരും. അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ അച്ഛൻ്റെ ഒപ്പം പോകേണ്ട ഇതുവരെ വന്നിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് അച്ഛൻ വന്ന സ്ഥിതിക്ക് ഇന്ന് അച്ഛൻ്റെ ഒപ്പം ഡോക്ടറെ കാണിക്കാൻ ഞാനും അനിയത്തിയും അച്ഛനും കൂടിയാണ് പോയത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ആ ടൈം എടുത്ത വീഡിയോ, പക്ഷെ അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനും മിന്നു ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ സംസാരിച്ച് നിന്ന് അങ്ങനെ പോയി. അതുകൊണ്ട് എൻ്റെ അനിയത്തി മിന്നും എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തി, അപ്പോൾ ഓളും ഞാനും ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുക ചെയ്തത്, അച്ഛനും ഞാനും ഓളും. അതുകൊണ്ടാണ് എനിക്കധികം വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റില്ല. പിന്നെ ഓളൊന്നാമത് വീഡിയോയിൽ നിൽക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് മാത്രം എന്നിട്ട് എന്താ പറയുക, പിന്നെ വണ്ടിയിലായതുകൊണ്ട് ഒച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാണ്ടിരുന്നത്. അപ്പം ഈ ഒരാഴ്ച നമുക്ക് ഡെയിലി വ്ളോഗ് പോലെ ഞാൻ നോക്കാം, മാക്സിമം നോക്കാം. പിന്നെ ഈ ഒരാഴ്ച ബിസി ആയിട്ടില്ല ഡേയാണ്. കാരണം അടുത്ത തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്കും മോളെ ബർത്ത്ഡേ ആയതുകൊണ്ട് വീട് ക്ലീനിങ്ങും കാര്യങ്ങളും മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. ഒന്നേ തുടങ്ങണം, അതൊക്കെയാണ്. അപ്പോൾ പിന്നെ ഞാൻ കവർ ചെയ്യാൻ പറ്റുമോ നോക്കാം മാക്സിമം. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വ്ളോഗായിട്ട് ചെയ്യാം. പിന്നെ രണ്ടാമത് കാലിന് ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉള്ളത് കൊണ്ട് എനിക്ക് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും അറിയില്ല. കാരണം ഇപ്പം തന്നെ കാല് നേരെ വെക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. താത്തി വെക്കുക, നടക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. 3 ആഴ്ച കണ്ടിന്യൂസ് ജിമ്മിൽ പോയതാണ്. ഞാൻ അപ്പം തന്നെ ഞാൻ വിചാരിച്ചിന് എന്തെങ്കിലും കൊണ്ടുവരുന്നു. അപ്പോഴത്തേക്ക് കാലിന് പ്രശ്നമായി. എന്ത് ചെയ്യാനാണ്. അപ്പോൾ എല്ലാവരും പറയും ഏജ് ആയില്ലേ എന്നൊക്കെ. എവിടെ ഏജ്, നമുക്കൊന്നും അത്ര വലിയ ഏജൊന്നും ആയിട്ടില്ല. അയ്യോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ പിന്നെ അത് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അച്ചൂട്ടൻ ജിമ്മിൽ ഡെയിലി പോവും, ഓനെങ്ങനെയായാലും ഡെയിലി ജിമ്മിന് പോവും. ഞാൻ മാത്രം 5 ദിവസമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവാം. ഈ ഒരാഴ്ചയും പിന്നെ അടുത്ത ആഴ്ച തിങ്കൾ മോളെ ബർത്ത്ഡേ ആണ്ട് പോകാൻ പറ്റില്ല. ചൊവ്വ ബുധൻ ഇവിടെ ഒരു പൂജയുണ്ട് വീട്ടിൽ, അപ്പവും പോകാൻ പറ്റില്ല. വ്യാഴം തൊട്ടേ ജിമ്മിൽ പോകാൻ പറ്റും. അത്രയും ദിവസം എന്തായാലും ജിമ്മിൽ പോകാൻ പറ്റില്ല. പക്ഷേ ഡയറ്റും കാര്യങ്ങളും വർക്കൗട്ട് വീട്ടിൽ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വർക്കൗട്ടും കാര്യങ്ങളും ഞാൻ ഇവിടെ നിന്ന് ചെയ്യും. ഏട്ടൻ്റെ ബർത്ത്ഡേ സർപ്രൈസ് വീഡിയോ കണ്ടതിലൊക്കെ മനസ്സിലാവും. ഏട്ടൻ ഒരു ഡമ്പൽ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഏട്ടന് യൂസ് ചെയ്യാറുണ്ട്. ഏട്ടൻ യൂസ് ചെയ്യണ മെയിൻ വാങ്ങിച്ചേ. അപ്പം അതുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ടുള്ള ചെറിയ കുറച്ചുള്ള വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഡയറ്റ് എന്തായാലും ഫോളോ ചെയ്യും. അങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കുന്നത്. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് വേറെ ഒരു അടുത്ത വീഡിയോയിലേക്ക് കാണാം. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയുന്നതുകൊണ്ട് തന്നെ ഇത് നിങ്ങളെ അറിയിക്കാമെന്ന്. ഹോസ്പിറ്റലൊന്നും വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. എന്തിനാ വെറുതെ ഒരു ചമ്മലും, ഇനി എന്തിനാ അങ്ങനെ എടുക്കണം, പറഞ്ഞാൽ മതിയല്ലോ എന്നുള്ളൊരു സംഭവമാണ്. അതുകൊണ്ടാണ് എടുക്കാണ്ട് തന്നെ.
അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പം ചെറിയൊരു വീഡിയോ, എന്തുകൊണ്ടാണെന്നുള്ള റീസൺ പറയുന്ന പോലത്തെ ചെറിയൊരു വീഡിയോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരും. അപ്പോൾ എല്ലാവർക്കും ബൈ.